ഹലോ മലയാളി മക്കളെ, വണക്കം. നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ കളി എൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. എന്നാലും ഒരു ഭയത്തോടും ഒരു പ്രതീക്ഷയോടും കൂടിയാണ് അവർ കളിക്കുന്നത് തന്നെ. ആ ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും കൂടത്തിൽ തന്നെ അവർ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങൾ ഇനി ശരിയാക്കി ഇങ്ങനെ കളിക്കണം ഇനി ഗെയിം എന്നൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേ എന്ന് മാത്രം നമ്മൾ ചോദിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സേതുപതി സാറിൻ്റെ ഇൻട്രഡക്ഷൻ. അത് കഴിയുമ്പോൾ ഫ്രൈഡേയിലെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, അവിടെ ഒരു സ്പോൺസർ ടാസ്ക് ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ബബിൾ പെയിൻറ്റിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് ഒക്കെ നടക്കുന്നത്. അതായത് ബക്കറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിൽ ബോൾ ഇടണം കേട്ടോ. അതിന് മുമ്പ് ക്യൂ കാർഡ് വായിക്കണം. അതായത് നമ്മുടെ സവിശേഷതകളില്ല പെയിൻറ്റിൻ്റെ, എന്തുകൊണ്ടാണ് അത് യൂസ് ആക്കുന്നതെന്നുള്ളത് അത് വായിക്കണം. എന്നിട്ട് നമ്മൾ ബക്കറ്റിൽ ബോൾ ഇടണം. അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അതിലെ ഫുഡിൻ്റെ പേരുകളാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ ഫുഡിൻ്റെ പേര് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് പിന്നീട് തരും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബാക്ക് ടു എപ്പിസോഡിലാണ്. എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ റയാൻ്റെ മുടി കളർ സൂപ്പറായിരുന്നു. ആർക്കൊക്കെയാണ് കളർ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചപ്പം ജാക്ലിനും പവിത്ര അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കാര്യം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വിശാലിനോട് പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ പോകാൻ. അപ്പം മറ്റേ കളർ ചെയ്തിട്ടുള്ള മുടിയില്ലേ അത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ആക്ഷൻ ഒക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദീപക്കാണ് കേട്ടോ. നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ദീപക്കിന്. അത് കഴിയുമ്പം TTF കിട്ടരുത്, നമ്മൾ പോയില്ലെങ്കിൽ സാരമില്ല, അവർക്ക് മാത്രം കിട്ടരുത്, അവർ പോകാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. കൂടുതൽ പേര് റാണവിൻ്റെ പേരാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അവൻ പോകാൻ പാടില്ല, കാരണം അവൻ പോയിൻറ്റ്സ് കെഞ്ചി ചോദിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കളിച്ച് ജയിക്കണം എന്നായിരുന്നു തോന്നിയത്. പിന്നെ റയാൻ്റെ പേര് പറയുന്നുണ്ട്. അതായത് റയാനാണ് ടേബിളിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് അവൻ ഫ്രണ്ടിൽ പോകരുത്, നമ്മൾ കളിച്ച് മുന്നേറണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പോകാൻ പാടില്ല എന്നുണ്ടായിരുന്നു. പിന്നെ മഞ്ജരിയുടെ പേരും പറയുന്നുണ്ട് കേട്ടോ. മഞ്ജരി മുന്നോട്ട് പോകാൻ പാടില്ല, കാരണം റയാൻ കഴിഞ്ഞ് അടുത്തത് മഞ്ജരി ആയിരുന്നു നിന്നിരുന്നത്. അത് കാരണം മഞ്ജരിയും പോകാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ആദ്യമേ റാണവിനോട് ചോദിക്കുമ്പോൾ റാണവിന് ആൻസർ പോലും അറിയത്തില്ല. വിശാൽ കളിച്ചെത്തണം എന്നാണ് റാണവിൻ്റെ ആൻസർ. അതല്ല ഞാൻ ചോദിച്ചത്, വീണ്ടും നിങ്ങൾ ആദ്യ ആഴ്ച നിന്നിടത്ത് തന്നെ വീണ്ടും നിൽക്കാതെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ റാണവിനോട് ഇരിക്കാൻ പറയുന്നുണ്ട്. അതേ സെയിം തന്നെ അരുണിനോട് ചോദിക്കുമ്പോൾ അരുൺ പറയുന്നത് സൗന്ദര്യമാണ് മഞ്ജരിയാണ് നോക്കുമ്പോൾ സൗന്ദര്യം കയറണം എന്നായിരുന്നു എനിക്കുള്ളത്. അതല്ല ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അരുൺ ഉദ്ദേശിച്ചത് മഞ്ജരി പോവരുത് എന്ന ആഗ്രഹം. അവർ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ സൗന്ദര്യമാണ് പോവേണ്ടത്, മഞ്ജരി പോവേണ്ട എന്നാണ് അരുൺ ഉദ്ദേശിച്ചത് കേട്ടോ. അത് കഴിയുമ്പം അതായത് അവർ ആ ഡ്രം കാർഡ് കളിക്കുമ്പോഴത്തേക്ക് അതിൽ ഒറ്റയ്ക്കൊറ്റ കളിച്ച ഗെയിം തീരില്ല, ഇത് കൂട്ടായിട്ട് കളിച്ചാലേ തീരുള്ളൂ എന്ന് അത് ആരുടെ തീരുമാനമായിരിക്കും. മുത്ത് എല്ലാവരും കൂടെ തീരുമാനിച്ചെന്നാൽ നല്ലത് എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പം എന്ത് പറ്റി പവിത്രം ചോദിക്കുമ്പം മുത്തുകുമാറിൻ്റെ കാർഡ് ആദ്യമേ 2 പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറിച്ചപ്പോൾ പറഞ്ഞു ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ എന്തിനാണ് പറിക്കുന്നത് എന്ന് ചോദിച്ചു. എനിക്കറിയില്ല ഇത് ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്ന്, കാരണം അവിടെ വിശാലും അരുണും വീണിട്ടുണ്ട്, അത് കാണുന്നില്ല. എൻ്റെ ബാക്ക് സൈഡിലാണ് ഹോൾഡ് എന്ന് പറയുന്നൊരു കാര്യം ത്തില്ല. നമ്മുടെ ഈ വരച്ചിരിക്കുന്ന ലൈനിനപ്പുറത്തും അപ്പോഴും പോയി കളിക്കുന്നുണ്ടായിരുന്നു. കയറി കളിക്കുന്നു പറഞ്ഞിട്ടും വീണ്ടും കളിക്കുന്നുണ്ട്. അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, മറ്റേ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമേ കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു പിന്നെ എന്താണ് സംഭവിച്ചു നിൽക്കുമ്പോഴത്തേക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ഹോൾഡ് ചെയ്തിരിക്കില്ല, അത് പറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കാർഡ് കൊടുത്തു. അത് വീണ്ടും മുത്തുക്കുമർ ഒട്ടിക്കുക തന്നെ ചെയ്തു. അതെന്ത് ശരിയാണോ മുത്തുക്കുമറെ, ഇത് കാണിച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരാ റഫറി ആണോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവർ ചെയ്ത ആ തെറ്റ്, നിങ്ങൾ ചെയ്ത തെറ്റ് അത് ബിഗ് ബോസ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുള്ളൂ, അതെന്താണ് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം പിന്നീട് വന്നിട്ട് ചോദിക്കുകയാണ് വീട്ടിൽ ആളുകളുടെ എണ്ണം കൂടുതലല്ലേ, എങ്ങനെ നിങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പം നമ്മുടെ ദീപകണ്ട ചില സമയത്ത് കഷ്ടപ്പാടുണ്ട്, പിന്നെ കുറച്ച് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് പിന്നെ ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാം, അല്ലാതെ ഇതിലൊരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കാർഡ് എവിക്ഷൻ കാർഡ് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ആര് പോകരുത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സൗന്ദര്യം പറഞ്ഞ് പവിത്ര പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജാക്ലിൻ പറയുകയാണ് മഞ്ജരി പോകാൻ പാടില്ല, റാണവ് പറയുന്നത് വിശാലിനെയും, എന്നാൽ വിശാൽ പറയുന്നത് അരുണിനെയാണ് കേട്ടോ. അരുണിനാണ് രണ്ടുപേരും ഒഴിവാക്കാൻ പറ്റത്തില്ല, വിശാലിനെയും റാണവിനെയും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ആരും പോകണ്ട, ഞാൻ ഈ കാർഡ് ഇവിടെ കീറിയിട്ടിട്ട്
ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു തമാശ രീതിയിലാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് കാർഡ് എടുത്ത് ആദ്യം ഓഡിയൻസിനെ കാണിക്കണം, പിന്നീട് കണ്ടസ്റ്റൻസിനെ കാണിക്കണം. റാണവാണ് കേട്ടോ ഔട്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ റാണവ് പോയതിൽ എല്ലാവർക്കും സന്തോഷമാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാൾ റാണവായിരുന്നു. റാണവ് പോയിട്ടുണ്ട്. അത് എല്ലാവരും പോകുമ്പോൾ എല്ലാവർക്കും സങ്കടമായിരുന്നു. പക്ഷെ റാണവ് പോയിട്ട് ആർക്കും സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അരുണിന് മാത്രം ശകലം സങ്കടം തോന്നിയിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം റാണവിനോട് പറയുന്നുണ്ട്, എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് വരാൻ പറയുന്നുണ്ട്. റാണവ് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അതേപോലെ രണ്ടുമുണ്ട് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറുണ്ട്. ബിഗ് ബോസ് ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട്. അതേപോലെ ട്രോഫിയൊക്കെ ഒടിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോരുവാണ് കേട്ടോ. അതേപോലെ നമ്മുടെ സേതുപതി സാറിൻ്റെ എത്തുമ്പോഴത്തേക്ക് വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ റാണവ് സ്വയം പറയുകയാണ് കേട്ടോ. എന്നിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്നു. പിന്നെ കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിയുമ്പം വീണ്ടും റാണവ് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് സേതുപതി സാർ കണ്ടസ്റ്റൻസിനെ കണ്ടിട്ട് എന്നാൽ നാളെ ഞാൻ കാണാമെന്ന് പറയുമ്പോൾ, സാർ പറയല്ലേ സാർ എന്നതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് TTFിലെ വിന്നർ നിങ്ങൾക്കേ അറിയാം, പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നത് ഏതായാലും ബിഗ് ബോസ് പറയുമായിരിക്കും എന്ന് പറയുന്നത്. ബിഗ് ബോസ് നീങ്ക സൊല്ലുവീങ്ക ദാ സൊല്ലുറാങ്ക എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നാളേക്ക് സൊല്ലുറേ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാമല്ലോ ഓൾറെഡി റയാനായിരിക്കും TTFിലേക്ക് പോയിരിക്കുന്നത് എന്നറിയാം. നാളെ വേറൊരാളും കൂടെ ഡബിൾ എവിക്ഷനാണ് കേട്ടോ. അതിന് അടുത്ത ആഴ്ച എല്ലാവരെയും നോമിനേഷനിൽ ഇട്ടിട്ട് അതിൽ നിന്നും 2 പേരെ കളയും. പിന്നെ ഫൈനൽ 6 ആയിരിക്കും കേട്ടോ കാണുന്നത്. 3 പേരല്ല 2 പേരെ പോകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ആരാണ് ഔട്ടായിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നോക്കുക കേട്ടോ.